വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് നമ്മളുടെ വ്ളോഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കണ്ടൽക്കാട്, അതാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും കണ്ടൽക്കാടുകൾ ആദ്യം കാണാം, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസും അത് എന്താണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ എക്കോസിസ്റ്റം നിലനിർത്തുന്ന ഒരു സംഭവമാണ് കണ്ടൽക്കാടുകൾ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നടന്നോ? ഓക്കെ, പോവാം. സൂക്ഷിച്ചു പോകണം, കാരണം ഇവിടെ ഇതിന് മുന്നേ വന്നപ്പോൾ പാമ്പൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സത്യം പറഞ്ഞത് വളരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. ശരിക്കും ഒരു വില്ല പ്രോജക്റ്റാണ് ഇതിവിടെ. പക്ഷേ ഈ വില്ല പ്രോജക്റ്റിലും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടൽക്കാടുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ മാത്രം ഒരു വികസനം നമുക്ക് വരുത്താൻ പറ്റില്ല, കാരണം നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കും. ഓക്കെ, ബാ. ഓക്കെ, ഞങ്ങൾ പോവാണ്. അപ്പോൾ നമ്മുടെ കാട് വഴികൾ ശരിക്കും ഒരു ഫോറസ്റ്റ്. അതെ, ഇവിടെ അതെ ആൾക്കാർക്ക് വരാറുണ്ട്. ഇവിടെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ, ഇത് ആൾക്കാരൊക്കെ വന്നിട്ട് ഉണ്ടാക്കിയ കുറച്ച് പരിപാടികളാണ് ശരിക്കും. ഇപ്പം ഞങ്ങളിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നപ്പോഴത്തേക്കും കണ്ടക്കാലിലേക്ക് പോകാനായിട്ട് ഇൻട്രസ്റ്റ് കൂടി എല്ലാവർക്കും. അപ്പം അമ്മു അവിടുന്ന് വരുന്നു. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ് പ്രകൃതിയെ സ്നേഹിച്ച് നമ്മൾ ഒരിക്കലും കണ്ടൽക്കാടുകൾ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. നശിപ്പിച്ചാൽ നമ്മളത് നമ്മൾ അറിയേണ്ടി വരും. അതിൻ്റെ എന്താ പറയുക, റിയാക്ഷൻസ് അറിയേണ്ടി വരും. കാരണം സത്യമുള്ള കാര്യമാണ്. നിങ്ങൾക്കത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും കണ്ടൽക്കാടുകൾക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇനി നമ്മുടെ യാത്രകളിൽ ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം നമ്മൾ ഓരോ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോഴും ചിലർക്ക് വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊരു ബുക്കും കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു സ്ഥലം പോലെ തന്നെ ഒരു ബുക്ക്. ഇപ്പോൾ ഒരുപാട് ജനറേഷൻസ് ഞാൻ കാണുന്നുണ്ട്. അവർക്ക് പറയുന്നത്, ചില ജനറേഷൻ എല്ലാവരെയും കാറ്റഗറൈസ് ചെയ്ത് പറയുന്നില്ല. ചിലവർ പറയുന്നത് ബുക്ക് വായിക്കുന്നതിനൊരു പഴഞ്ചൻ പരിപാടിയുള്ളൊരു തോന്നലുണ്ട് പലർക്കും. പക്ഷെ അത് അവരുടെ വിവരമില്ലായ്മ എന്ന് തന്നെ കണക്കാക്കേണ്ട കാര്യമാണ്. കാരണം അതുപോലൊരു നമ്മൾ രണ്ട് മാസം ലോക്ക്ഡൗണായി വീട്ടിലിരുന്ന സമയത്ത് നമ്മളെ ട്രാവൽ ചെയ്യിക്കാൻ പ്രചോദിപ്പിച്ച, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ വായനയിലൂടെയാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. പല ബുക്സിലൂടെയും ഒക്കെയാണ് നമുക്കത്. അപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഞാൻ വലിയ റീഡറൊന്നും അല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ യാത്രയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ബുക്കാണ് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ. അമ്മു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കണ്ടൽക്കാടുകൾ ഇനി അപ്പുറത്തെ സൈഡിലൂടെ ഉണ്ട്. നമുക്കത് കാണാം. കാടിനെ പ്രകൃതി സ്നേഹിച്ച് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമുക്കിങ്ങനെ പോവാം. നല്ല രസമാണ് ഇവിടെ. ശരിക്കും ഫിഷിന് നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് ഫിഷിനെ കുക്ക് ചെയ്തൊക്കെ നമുക്ക് കഴിക്കാം. എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നശിപ്പിക്കാതെ ഇരുന്നാൽ മാത്രം മതി. ചതുപ്പ് ഏരിയയാണ്. നമ്മളിങ്ങനെ താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ, ശരിക്കും താഴ്ന്നു പോകണ്ട. വെള്ളിമൂങ്ങ പോലത്തെ ഒരു മൂങ്ങ നമുക്ക് സെഞ്ചുറി കൂടിയാണ്, പറന്നുപോയി.
ആക്ച്വലി ഇവിടെ നല്ലൊരു റെസ്റ്റിംഗ് പ്ലേസ് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ ഇടയിൽ സ്പോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഫിഷിങ് അതിനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നമുക്ക് ചെയ്യാതെ. പക്ഷേ ഇപ്പം അറിയാലോ കുറച്ച് പ്രകൃതിവിരുദ്ധരായ ആൾക്കാരൊക്കെ വന്ന്, പക്ഷെ അങ്ങനെ നമ്മൾ അനുവദിക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാവും. ഞങ്ങളുടെ നമുക്ക് ഫിഷ് കിട്ടും. അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. പല ഐറ്റംസ് ഇവിടെ ഉള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് എന്ത് വേണം ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ശരിക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ്. നമ്മുടെ കൊച്ചിയിൽ ചമ്പക്കരയിൽ ഉള്ളൊരു പ്ലേസാണിത്. പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരിക്കും, പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ്. ഇങ്ങനെ ഒരു ശരിക്കും ഒരു കേവ് പോലെ, കാടുകൾ കൊണ്ടുള്ള ഒരു കേവ് പോലെ, ഇതുപോലെ പല പല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷനാണ്. ലൈഫ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കിടിലായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം. കാടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാട് പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, പക്ഷെ പേടിയുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ അങ്ങനെ പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. അങ്ങനെ പേടിയായിട്ട് കാട്ടിനുള്ളിൽ പോകാതിരിക്കാൻ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് വേണം നിങ്ങൾക്കത് ഇതൊരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട്, ചെറിയൊരു മിനി ഫോറസ്റ്റ് ആയിട്ട് ഇമാജിൻ ചെയ്ത് വരാൻ പറ്റിയൊരു കിടിലൻ പ്ലേസ്. കിടിലൻ പ്ലേസാണ്. ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസിബിളാണ്. അപ്പോൾ ഫോറസ്റ്റും നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ അത് എത്ര ഡെവലപ്പിംഗ് വന്നാണെങ്കിലും ഒരു ചെറിയ പോർഷനെങ്കിലും അതിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഇതെല്ലാം ഒത്തിരി ഫേമസ് ആവാത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ പോയി കാണിച്ചറിയാം. അത് സസ്പെൻസ് ആണ്. ആ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞങ്ങളപ്പോൾ അതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.